ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. അല്പസമയം ചില സന്ദേശങ്ങൾ നമുക്ക് ശ്രമിക്കാം. ദൈവവചനത്തിലെ സക്കായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സക്കായിയുടെ ഭവനത്തിൽ യേശു ക്രിസ്തു വന്നപ്പോൾ സക്കായിക്കൊരു വലിയ മാറ്റം ഉണ്ടായി. ഒന്ന്, ചുങ്കം പിരിക്കുന്നവനാണ്, പ്രമാണിയാണ്. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ പറയാണ്, ഞാൻ അനീതിപരമായി മേടിച്ചതൊക്കെ 7 മടങ്ങായി തിരിച്ചു കൊടുക്കുന്നു. ഒരു പിച്ചക്കാരൻ വന്നാൽ പോലും 1 രൂപ കൊടുക്കാത്ത വ്യക്തികളാണ് ഇന്ന് പെന്തക്കോസ്ത് സ്ഥലങ്ങളിലുള്ളത്. സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുന്ന സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭവനത്തിൽ ആരെങ്കിലും വന്നാൽ ഒന്നും കൊടുക്കത്തില്ല. ഓട്ടിച്ചു വിടുന്ന അനേക സ്തോത്രം വിശ്വാസികളെ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യേശു എൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. യേശു ഹൃദയത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഭവനത്തിൽ വന്നാൽ വലിയ മാറ്റം ഉണ്ടാകും. ദൈവികമായ ഇടപെടൽ ഉണ്ടാകും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സക്കായി മറ്റുള്ളവരിൽ നിന്ന് പൈസ അധികമായി സമ്പാദിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു, തിരിച്ചു കൊടുക്കാൻ പോവുക. അന്നത്തെ കോടീശ്വരനാണ് സക്കായി. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ സക്കായിക്ക് സ്തോത്രം വലിയ മാറ്റമുണ്ടായി. ഇനി രണ്ടാമത് സ്തോത്ര ഭവനത്തിൽ വന്നത്, അതായത് പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ 3 ദൂതന്മാർ വന്നു. അവർ വന്നപ്പോൾ അവരെ കുനിഞ്ഞ് നമസ്കരിച്ചു. എന്നിട്ട് അവരെ സൽക്കരിച്ച് അവർ പോകാൻ നേരത്ത് പറഞ്ഞതാണ്, ഈ ആണ്ട് കഴിഞ്ഞ് സാറ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സാറ ചിരിച്ചു. കാരണം അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്കും 90 വയസ്സുമാണ് അപ്പോഴുള്ളത്. പക്ഷെ അതിനു മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണാമെങ്കിൽ എണ്ണുക, ഭൂമിയിലെ മണത്തരികളെ പോലെ മക്കളെ ഉളവാക്കി കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അതാണ് ഇവിടെ അബ്രഹാമിൻ്റെ 100 വയസ്സിലും സാറയുടെ 90 വയസ്സിലും ഗർഭം ധരിക്കാൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ദൈവമാണ്, മനുഷ്യനെ പോലല്ല ദൈവം. അവിടെ ദൈവം അബ്രഹാമിൻ്റെ കുടുംബത്തെ ദൈവം ടച്ച് ചെയ്തു. അതുപോലെ അബ്രഹാമിന് ഒരു മകനെ ലഭിച്ച്, ഇസഹാക്കിന് ഉരുട്ട്. അവരുടെ തലമുറ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ അങ്ങോട്ട് 12 ഗോത്രങ്ങൾ, ഇങ്ങനെയുള്ള ജീവിത മേഖലകളിൽ തലമുറയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം വിളംബരം ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. 3 സ്തോത്രം. അല്ലെങ്കിൽ ലാസറിന്റെ ഭവനത്തിൽ, ബഥാനിയിലെ ലാസറിന്റെ ഭവനത്തിൽ യേശു വന്നു. അവിടെ മറിയുണ്ട്, മാർത്തിയുണ്ട്. അവിടെ ഒരു അത്ഭുതം നടന്നതാന്ന് വെച്ചാൽ, ലാസർ മരിച്ചപ്പോൾ അവസ്ഥയിൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഭവനത്തിൽ നടന്നതാണ്. ഭവനവുമായി ബന്ധത്തിൽ നടന്ന സംഭവമാണ് അത്ഭുതം. കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വന്നു. സ്തോത്രം. ഒന്ന്, സക്കായിയുടെ ഭവനത്തിൽ
2 അബ്രഹാമിൻ്റെ കൂടാരത്തിൽ, 3 സ്തോത്രം സക്കായിയുടെ ഭവനത്തിൽ. വെളിപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഒരു അർത്ഥബദ്ധ കാര്യം തന്നെയാണ്, യാഥാർത്ഥ്യമാണ്. ഇത് സംഭവം കഥയല്ല, ഇത് നടന്നതാണ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം അബ്രഹാമിനെ തൊട്ടനുഗ്രഹിച്ച ദൈവം. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സ്തോത്രം അബ്രഹാം കണ്ട്. സ്തോത്രം. കാരണം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. ദൈവ ആലോചനയിൽ ദൈവം ശക്തമായി ഇടപെടുന്ന ദൈവമാണ്. നമുക്കെതിരായി വ്യാപരിക്കുന്ന ദുഷ്ടമണ്ഡലമുണ്ടല്ലോ, സ്തോത്രം, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്തോത്രം അത് വിട്ടുപോകും. നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക്, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മണ്ഡലത്തെ യേശു ക്രിസ്തു ഹല്ലേലൂയ തൻ്റെ ആ മിഖ്യാൽ ദൂതന്മാർ ഇറങ്ങി സ്തോത്രം ഹല്ലേലൂയ വാളുകൊണ്ട് വെട്ടിമാറ്റും ദൈവം. സ്തോത്രം. അന്ധകാര കെട്ടിനെ, ദേശത്തിൻ്റെ ദേശാധിപതി വെട്ടും ദൈവം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനതയോട് ദൈവം ഇടപെടും. ശക്തമായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവം സ്തോത്രം തൻ്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞാൽ അതുപോലെ നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനകൾ, വ്യവസ്ഥകൾ ആകയാൽ നാം നല്ലവണ്ണം മനസ്സിലാക്കണം. ഒരു ഊഹാബോധമല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ജീവിക്കണം. സ്തോത്രം. മറ്റുള്ളവരെ നോക്കിയല്ല, നാം വിശ്വസിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ലോകത്തിൽ പൈശാചിക മണ്ഡലമുണ്ട്. ദൈവം ഇടപെടുന്ന കാലങ്ങൾ ഏറെയില്ല. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വലിയ ഒരു സംഭവമായിരുന്നു. താനാട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി വന്ന് ആട്ടിനെ പിടിച്ചു. പക്ഷേ ദാവീദ് ആ കരടിയെ വലിച്ചു കളഞ്ഞു. ഇത് ഒരു ശത്രുവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. കാരണം ഈ കരടി ആടിൻ്റെ തുടർമ്പോൾ ദാവീദ് ഇടപെടും. പിശാചിൻ്റെ പദ്ധതിയാണ്. കരടിയുടെ മുന്നിൽപ്പെട്ടവർ ആരും ജീവിച്ചിരുന്നിട്ടില്ല. കരടി കൊല്ലും. അതും ദാവീദ് ഒറ്റയ്ക്ക്. സ്തോത്രം. ഒറ്റയ്ക്ക് ഒരാൾ കരടിയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കരടി കൊന്നുകളയും. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, തൻ്റെ ആട്ടിനെയും തൊട്ടില്ല, ദാവീദിനെയും തൊട്ടില്ല, കരടിയെ കീറിക്കളഞ്ഞു. സ്തോത്രം. രണ്ടാമത് സിംഹം ഇടപെട്ട്. സിംഹം ശത്രുവിൻ്റെ വ്യാപാരമാണ്. അവിടെയും ദാവീദ് ഇറങ്ങിച്ചെന്നു. സ്തോത്രം. ആട്ടിനെ രക്ഷിച്ചു. സ്തോത്രം. സിംഹത്തിൻ്റെ വാ വലിച്ചു കീറി. സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ടവരാരും സ്തോത്രം രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിലും ശത്രു ദാവീദിനെ കൊല്ലുവാനുള്ള പദ്ധതിയായിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ ദാവീദിനെ കണ്ടിരിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പേ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യസ്ഥാനത്ത് വരണമെങ്കിൽ ഇതിലൊക്കെ നിന്ന് വിടുവിക്കണം ദൈവം. വിടുതൽ കൊടുത്തെങ്കിലേ രാജാവായി മാറാൻ കഴിയും. സ്തോത്രം. അതാണ് അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ബ്രീശലും ആട്ടിടയനായ രാജാവ് ദാവീദ് എന്ന് പറഞ്ഞാൽ ആട്ടിടയനായ ദാവീദ് രാജാവ്. സ്തോത്രം. ഇസ്രായേലിൻ്റെ മധുര ഗായകനും കൂടെയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികൾ ദാവീദിനുള്ളത് കൊണ്ടാണ് ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത്. 1 കരടിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ച്, 2 സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്, 3 ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച്. ശൗല് കുന്തം കൊണ്ടെറിഞ്ഞ്
സ്തോത്രം. പക്ഷെ അതിലൊക്കെ ദൈവം വിടുവിച്ച്, ദാവീദിനെ അവിടെയൊക്കെ വിടുവിച്ച്. വേണേൽ കുന്തം എറിയുമ്പോൾ അത് പിടിച്ച് തിരിച്ചെറിയാൻ ദാവീദിന് കഴിയും. പ്രൈസറോട്. എന്നാൽ അഭിഷക്തനായിരിക്കുന്നതുകൊണ്ട് ദാവീദ് അത് ചെയ്തില്ല. അവസാനം ആ ശൗല് പ്രൈസറോ അന്ത്യം ദൈവത്തിൽ നിന്ന് ശിക്ഷ മേടിക്കാനിടയായി ചെയ്ത് ശൗല് മരിക്കാനിടയായി തീർന്നു. സ്തോത്രം. പിന്നെ മറ്റൊരു തലത്തിൽ ഗോലിയാത്ത്, സ്തോത്രം, ദാവീദിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. പ്രൈസോളാമേ. അവിടെയും പ്രൈസോളാമേ കല്ലുകൊണ്ട് എറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഗോലിയാത്തിൻ്റെ കയ്യിലുള്ള വാൾ കൊണ്ട് തന്നെ അവൻ്റെ തല വെട്ടിയെടുത്തു. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി, അഭിഷേകമുള്ളവനെ തകർക്കുവാൻ പല പദ്ധതികളും ഒരുങ്ങുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തി വ്യാപാരമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. കാരണം പ്രൈസലാമേൻ, അഭിഷേകമുള്ളവനെ തകർക്കാൻ കഴിയില്ല. നീ നിൽക്കുന്നത് ദൈവിക സന്നദ്ധയിൽ അനുഗ്രഹമായി താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥനയോടെ നിന്നാൽ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ വാക്യം പറയുന്ന, അത്യുന്നതൻ മറിൽ വസിക്കുകയും സർവശക്തൻ കീഴിൽ പാർക്കും, യഹോവയെക്കുറിച്ച് എൻ്റെ സങ്കോചം കൂട്ടി ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഇത് മോശ എഴുതിയ സങ്കീർത്തനമാണെങ്കിലും ദൈവത്തിൻ്റെ ആലോചന എഴുതിയതാണ്. സ്തോത്രം. ദാവീദ് പറയുന്നു, പ്രൈസലാമേ, എനിക്ക് യുദ്ധം നേരിട്ടാലും പ്രൈസലാമേ യഹോവ പ്രൈസൽ കാത്തുകൊള്ളും. സ്തോത്രം. സങ്കീർത്തനങ്ങളിൽ ദാവീദ് പലയിടത്തും പാടുന്നുണ്ട്. സ്തോത്രം. യഹോവൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാനാരെ പേടിക്കും, യഹോവൻ്റെ ജീവൻ്റെ ഫലം ഞാനാരെ ഭയപ്പെടും. സ്തോത്രം. സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട്. സ്തോത്രം. ആലോചനകൾ, ദൈവാത്മാക്കിൽ എഴുതിയിരിക്കുന്ന ആലോചനകളൊക്കെയും പ്രൈസലാമേൻ ദൈവജനത്തിനുള്ളതാണ്. അതുകൊണ്ട് നീ ആരാധിക്കുന്നവനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിനക്കൊരു അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ പിശാചിന് കഴിയില്ല. ഉടാരാധന അധരാലഹസ്യ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഹല്ലേലൂയ വെളിപ്പെട്ട് നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഒന്ന്, സ്തോത്രം, ഹല്ലേലൂയ, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്ത് ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. അർഹതയും യോഗ്യതയില്ലായിരുന്ന ദാവീദിനെ കൃപ കൊടുത്ത് അഭിഷേകം കൊടുത്ത് അർഹതയും യോഗ്യത ഉള്ളതാക്കി മാറ്റിയ സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം, കാട്ടിക്കിടന്ന ദാവീദ്, ആടുമാട്ട് മല്ലുപിടിച്ച ദാവീദിനെ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അഭിഷേകം കൊടുത്ത് അനുഗ്രഹിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുക. പ്രൈസൽ. അഭിഷേകമുള്ളവനാണ് പ്രതികൂലമുള്ളത്. അഭിഷേകമുള്ളവനെയാണ് തകർക്കാൻ പിശാച് നോക്കുന്നത്. അഭിഷേകമുള്ളവനെയാണ് കൊല്ലാൻ പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്തോത്രം, അവിടെയൊക്കെ പ്രാർത്ഥനയോടെ നിലനിന്നാൽ സ്തോത്രം ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. പ്രൈസലാമി ഹല്ലേലൂയ. നിന്നാണ് ഞാൻ പടക്കൂട്ടുകൾ നേരെ ഓടും. ഈ പ്രൈസലാമി ഹല്ലേലൂയ, മതിൽ ചാടും, എൻ്റെ ദീപത്തെ കത്തിക്കുമെന്ന് സങ്കീർത്തനത്തിൽ എഴുതിയത് പോലെ ദൈവത്തിൻ്റെ ആലോചന സ്തോത്രം ശക്തമായി ഇടപെട്ട് നമ്മെ എല്ലാത്തിനും വിടുവിച്ച് അനുഗ്രഹമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം പ്രൈസലോ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ജീവിത മേഖലകളിൽ എന്തെങ്കിലും പോരാട്ടങ്ങൾ അടിക്കുന്നെങ്കിൽ താഴ്മയോടെ വിനയത്തോടെ ദൈവസ്ഥലിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനൊക്കെ വിടുതൽ നൽകും. ദാവീദിനെ സ്തോത്രം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്. ദാവീദിനെ സ്തോത്രം ഹല്ലേലൂയ പ്രൈസലാമി ദൈവം ഉയർത്തിയ ദൈവമാണ്. ദാവീദിനെ അനുഗ്രഹിച്ച ദൈവമാണ്. ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ, ദാവീദിൻ്റെ ഭവനത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം ചലിച്ചു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ ഭവനത്തിൽ വന്ന ദൈവം, സക്കായിയുടെ ഭവനത്തിൽ വന്ന ദൈവം, അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്ന ദൈവം, പ്രൈസലാമി ഹല്ലേലൂയ മാർത്തയുടെ മറിയയുടെയും ഭവനത്തിൽ വന്ന ദൈവം, പ്രൈസലാമി നമ്മുടെയും എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പ്രൈസലാമെ പിശാചിന് തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.